ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രൂക്കിൻ്റെ ഒരു പുതിയ സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ട്രൂക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് TWS ഇയർഫോൺസ് ഗെയിമിംഗ് സെൻട്രിക്കും അല്ലെങ്കിൽ ബഡ്ജറ്റ് TWS ഇയർഫോൺസ് ഒക്കെ ഇറക്കണ ഒരു ബ്രാൻഡാണ് ട്രൂക്ക്. അപ്പോൾ അവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് സ്മാർട്ട് വാച്ചിൽ. ട്രൂക്ക് ഹൊറൈസൺ ആണ്, അഡ്വഞ്ചർ സ്മാർട്ട് വാച്ചാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ പെർഫോമൻസ് എന്തൊക്കെയാണ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ വിലയിരുത്തുന്നതാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രൂക്ക് ഹൊറൈസൺ വാച്ച് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഡിസൈൻ, ഒരു യുണീക്ക് ഡിസൈനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഡിസൈനിനെ കുറിച്ച് വിശദമായി പറയാം. അഡ്വഞ്ചർ സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ ബിൽറ്റ് ഇൻ ഹൈ പ്രിസിഷൻ GPS ഉണ്ടെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ വില 2999 രൂപയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ബാക്കിൽ എഴുതിൻ്റെ ട്രൂക്ക് ഹൊറൈസൺ ഫുൾ ടച്ച് കളർ ഡിസ്പ്ലേ, 100+ വാച്ച് ഫേസസ് ഉണ്ട്, സ്ലീപ്പ് മോണിറ്റർ, 7 day ബാറ്ററി ലൈഫാണ്, സ്മാർട്ട് നോട്ടിഫിക്കേഷൻ, ഹൈ പ്രിസിഷൻ GPS വിത്ത് ഗ്ലോനാസ്, സെഡൻഡറി റിമൈൻഡർ, 25/7 ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, IP68 വാട്ടർ റെസിസ്റ്റൻസ് കേപ്പബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് സ്പോർട്സ് മോഡ് അവൈലബിൾ ആണ്, SpO2 ബ്ലഡ് ഓക്സിജൻ ലെവൽ മോണിറ്ററിംഗ് ഉണ്ട്, പിന്നെ റെഗുലറായ മ്യൂസിക് കൺട്രോൾ, വെതർ അപ്ഡേറ്റ്, ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് ഉണ്ട്. ബ്ലഡ് പ്രഷറൊക്കെ മോണിറ്ററിംഗ് ഡെഫിനറ്റ്ലി അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല, കാരണം ഈ സ്മാർട്ട് വാച്ചുകളിൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാനുള്ള ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ അത് വളരെ ഒരു ആക്യുറേറ്റ് ഫീച്ചറൊന്നുമല്ല, ജസ്റ്റ് ഫോർ സേക്ക് ഇടുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് തുറക്കാം. അപ്പോൾ ഹൊറൈസൺ സ്മാർട്ട് വാച്ച് ഒന്ന് തുറക്കാം, എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് സ്മാർട്ട് വാച്ചാണ് കാണുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ചാർജിങ് ഡോക്കാണ്. അപ്പോൾ ഇതാണ് ചാർജിങ് ഡോക്ക്. നിങ്ങൾക്ക് കണ്ടില്ലേ, ഒരു USB Type A, ഇതിനകത്ത് 2 പിന്ന് കാണാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു വളരെ ചെറിയൊരു മാനുവലാണ്, യൂസർ മാനുവലാണ്. ആപ്പും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ഒരു എന്താ പറയുക, ഫീഡ്ബാക്ക് ഗൈഡാണ്, ഇത്രയുള്ള വാറൻറ്റി കാർഡാണ്. ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്കൊന്ന് വാച്ച് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ട്രൂക്ക് ഹൊറൈസൺ എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ച്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഡിസ്പ്ലേ ആണ്. സൈസിൽ ബെസിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അല്ലെ, താഴത്തെ ബെസിൽസും സൈഡ് ബെസിൽസും ഒക്കെ കുഴപ്പമില്ല എന്ന് പറയാം. ഇനി ഡിസൈൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു യുണീക്ക് ഡിസൈനാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇത് 4 കളറിലാണ് ഇപ്പോൾ ആക്ച്വലി അവൈലബിൾ ആവുന്നത്. ഇതിപ്പോൾ ബ്ലാക്ക് ആണ്, പിന്നെ ഒരു ഗ്രീൻ കളറുണ്ട്, അതേപോലെ റെഡും ഉണ്ട്, ഒരു ഓറഞ്ച് കളറുണ്ട്. അങ്ങനെ 4 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. ഒരു യുണീക്ക് ഷേപ്പാണ് ആക്ച്വലി, അതില്ലേ ഒരു എന്താ പറയുക, സ്ട്രാപ്പും ഇതും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് വരുന്നത്. ഒരു ഡിഫറെൻറ്റ് ഡിസൈനാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാം. അതേപോലെ സ്ട്രാപ്പിലൊക്കെ ഒരുപാട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസൈനാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ഇൻ ഹാൻഡ് ഫീലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ തിക്നെസ് കുറച്ച് ഒന്ന് കൂടുതലാണ് ഡെഫിനറ്റ്ലി പറയേണ്ടതാണ്. കാരണം ഇത്രയും തിക്ക് ആവാറില്ല നമ്മൾ സാധാരണ സ്മാർട്ട് വാച്ചുകൾ. അപ്പോൾ ഇത് കുറച്ചൊരു തിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്കി പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്ട്രാപ്പാണ്, നല്ലൊരു ഫിനിഷ് ഉണ്ട്. അതേപോലെ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് നമുക്ക് ഡിസ്പ്ലേയിലോട്ട് പോകാം. ഡിസ്പ്ലേ വരുന്നത് ഒരു കുഴപ്പമില്ലാത്ത ഒരു സ്ക്രീൻ റെസൊല്യൂഷനാണ്. ആക്ച്വലി നല്ലൊരു ഇൻഹാൻഡ് കിട്ടുമ്പോൾ അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കളേഴ്സ് കുഴപ്പമില്ല, എങ്കിലും കുറച്ചും കൂടെ റിച്ചർ കളേഴ്സ് ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കുറച്ചൊരു ഡൾ ലുക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ടച്ച് റെസ്പോൺസ് കുഴപ്പമില്ല, ഇപ്പോൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഓക്സിജൻ ലെവൽ, സ്ലീപ്പ് മോണിറ്ററിംഗ്, വെതർ, മ്യൂസിക്, ആക്ടിവിറ്റി ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടച്ച് റെസ്പോൺസ് UI ആണ്. ഇവിടെ നമുക്ക് ഒരു എന്താ പറയുക, നല്ലൊരു റെസ്പോൺസീവ് UI ആണെന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ UIൻ്റെ ഒരു ഫീച്ചേഴ്സ് അത്രയ്ക്കൊരു മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. താഴെ നമുക്കിവിടെ ടോർച്ച് ഉണ്ട്, അതേപോലെ ലോക്ക് ചെയ്യാം, എയർപ്ലെയിൻ മോഡ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, അങ്ങനെ ബേസിക് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് പ്രസ് ചെയ്താൽ നമുക്ക് ആപ്സ് വരും. ഇതുണ്ടല്ലോ, സ്പോർട്സ് മോഡ്, വർക്കൗട്ട് മോഡ്സ്, ട്രെഡ്മില്ല്, ഔട്ട്ഡോർ വാക്കിംഗ്, അങ്ങനെ ബാഡ്മിൻ്റൺ, ഫുട്ബോൾ, അങ്ങനെ ഓപ്ഷൻസ് കാണാം. ഇത് ഔട്ട്ഡോർ വർക്കൗട്ട്സ് ചെയ്ത് കാണാം. പിന്നെ കാലറി, സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, അതേപോലെ ബ്ലഡ് ഓക്സിജൻ ലെവലുണ്ട്. പിന്നെ നമുക്ക് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് ഉണ്ട്. അതൊന്നും അത്ര ആക്യുറേറ്റ് ആയിട്ടില്ല. പിന്നെ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, അതേപോലെ കുറച്ചധികം മ്യൂസിക് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞ ഫീച്ചേഴ്സും ഇൻക്ലൂഡാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ എന്താ പറയുക, ടെസ്റ്റ് ചെയ്തായിരുന്നു നമ്മളിത്. ആക്ച്വലി ഓൾമോസ്റ്റ് വീക്ക് ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റെപ്സ് ട്രാക്കിംഗ് ഒക്കെ കുഴപ്പമില്ല, വളരെ ആക്യുറേറ്റ് ഒന്നുമല്ല, എങ്കിലും കുഴപ്പമില്ലാത്തൊരു 80 to 85% അല്ലെങ്കിൽ 90% ആക്യുറസി ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു 100% ആക്യുറസി ഒരു വാച്ചിലും കിട്ടില്ല. ഇതൊരു ഡീസൻറ്റ് എക്സ്പീരിയൻസാണ്, നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കംപ്ലീറ്റ്ലി ഒരു ആക്യുറേറ്റ് സ്റ്റെപ്പ് ട്രാക്കിംഗ് അല്ല,
അതേപോലെ തന്നെ GPS പെർഫോമൻസും എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. ഇതിൽ GPS ഉണ്ടെങ്കിൽ പോലും ആ ലോക്കിംഗ് മെക്കാനിസം GPS ലോക്കിംഗ് അത്രയ്ക്കൊരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇടയ്ക്ക് GPS സിഗ്നൽ പ്രോപ്പറായിട്ട് വരുന്നില്ല. അതേപോലെ തന്നെ GPS ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോഴും അത്രയ്ക്കൊരു ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എങ്കിലും ട്രൂക്കിൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ളതിലേക്ക് എനിക്കൊന്നും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ അതേപോലെ SpO2 ബ്ലഡ് ഓക്സിജൻ ലെവലും അതായത് ബ്ലഡ് പ്രഷറും എല്ലാം ഇതിന് ആക്ച്വലി മെഡിക്കൽ ഗ്രേഡ് അല്ലാത്ത കാര്യം നമ്മൾ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഞാൻ എല്ലാ വാച്ചിൻ്റെ കാര്യത്തിലും പറയാറുണ്ട്. SpO2 ഒക്കെ ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റീവ് വാല്യൂ മാത്രമല്ല, ഒരിക്കലും നമുക്ക് ഇത് വെച്ച് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതേപോലെ തന്നെയാണ് ബ്ലഡ് പ്രഷറൊക്കെ ഇതിൽ വെറും ഒരു ആവറേജ് വാല്യൂസ് വരുന്നുള്ളൂ, അല്ലാണ്ട് ഇത് ആക്യുറസി ലെവൽസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് മെഡിക്കൽ ഗ്രേഡിൽ നമ്മൾ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ബാക്കി സ്ലീപ്പ് മോണിറ്ററിംഗ് ഒക്കെ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി, നല്ലൊരു ഫീച്ചറായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഡിസൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സെൻസേഴ്സൊക്കെ കാണാം, ട്രൂക്ക് നീതി കാണാം, ഇവിടെ ചാർജിങ് പോർട്ടും ഉണ്ട്. അപ്പോൾ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻ നല്ല ഒരു റിഫ്രഷിങ് ഡിസൈനാണ്, കണ്ടില്ലേ, നല്ലൊരു ഇൻഹാൻഡ് ഫീൽഡ്, ഇവിടെ ഒരു ബട്ടനും ഉണ്ട്, അതൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്പും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇതിന് ആപ്പും കൂടി അവൈലബിൾ ആണ്. ആപ്പിൽ നമുക്ക് ബാക്കി എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് കൂടി നോക്കാം. ഇതാണ് ആപ്പ്. ആക്ച്വലി പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ട്രൂക്ക് ഹൊറൈസൺ കണക്ട് ചെയ്തിട്ടുണ്ട്. ആപ്പിൻ്റെ പേര് F-Fit എന്നാണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാം. ഡിവൈസസിൽ പോയി കഴിഞ്ഞാൽ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡേറ്റ എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഡയൽ സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡയൽസ് അവൈലബിൾ ആണ്. ഡയൽ മാർക്കറ്റിൽ കണ്ടില്ലേ, ഒരുപാട് ഡയൽസ് അവൈലബിൾ ആണ്. നമുക്ക് ആക്ച്വലി ഡൗൺലോഡ് ചെയ്യാം. ഓരോ സെറ്റിലും ഇഷ്ടംപോലെ ഡയൽസ് ഉണ്ട്. ബിസിനസ് അഫെയർസ്, സിംപ്ലിസിറ്റി, പോയിൻ്റർ, ഡാസിൽ സ്ക്രീൻ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, അങ്ങനെ എല്ലാത്തിലും നമുക്ക് എന്താ പറയുക ഡൗൺലോഡ് ചെയ്ത് സിങ്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഏതൊക്കെ ആപ്പിന് നോട്ടിഫിക്കേഷൻ വരണം, ഫോണിൽ ഏതൊക്കെ ആപ്പിന് നമുക്ക് എന്താ പറയുക വാച്ചിൽ നോട്ടിഫിക്കേഷൻ കിട്ടണം, പിന്നെ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് വേണം, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ നമ്മുടെ പേഴ്സണൽ ഡേറ്റയും കൊടുക്കാം. വളരെ സിമ്പിൾ ആപ്പാണ്, കാര്യമായൊരു ഇൻ്റർഫേസ് ഒന്നുമില്ല ആക്ച്വലി, നല്ല കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ആപ്പ് വരുന്നത്. ഇനി നമുക്ക് വാച്ചിൻ്റെ നമുക്ക് ഒന്ന് കയ്യിലും കൂടെ ഒന്ന് കെട്ടിയിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ കെട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടില്ലേ, ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് അതിൻ്റെ ഡിസൈൻ തന്നെയാണ്. സ്റ്റാൻഡേർഡ് സ്മാർട്ട് വാച്ചിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഡിസൈനാണ് ഇത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഡിസൈൻ ലാംഗ്വേജിലുണ്ട്. എങ്കിലും ആക്യുറസി ലെവൽസ് അത്രയ്ക്ക് എനിക്ക് തോന്നിയില്ല, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ട്രൂക്കിൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഒരു സ്മാർട്ട് വാച്ചിൽ. അപ്പോൾ പ്രോബ്ലി നെക്സ്റ്റ് ഐട്രേഷനിൽ അവർ കുറച്ചും കൂടെ ബെറ്റർ പ്രൊഡക്റ്റ് ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2999 രൂപയാണ്. അപ്പോൾ ഈ വിലയ്ക്ക് വേർത്താണോ ചോദിച്ചു കഴിഞ്ഞാൽ GPS ഉണ്ടെങ്കിൽ പോലും GPS അത്രയ്ക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് 7 ദിവസമാണ് പറയുന്നത്. 7 ദിവസം നമുക്ക് പറയുമെങ്കിലും GPS ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത്രയ്ക്കൊന്നും കിട്ടത്തില്ല. ഒരു 5 ദിവസം 6 ദിവസമൊക്കെ മാക്സിമം കിട്ടത്തുള്ളൂ. എഗെയിൻ യൂസേജ് ബേസ് ചെയ്തിരിക്കും. നിങ്ങൾ ഒരുപാട് വർക്കൗട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലി ഇത്രയും ബാറ്ററി കിട്ടില്ല. മാക്സിമം 7 ദിവസമാണ് ബാറ്ററി ലൈഫ് കിട്ടുന്നത്. അപ്പോൾ ഇതായിരുന്നു ട്രൂക്ക് ഹൊറൈസൺ സ്മാർട്ട് വാച്ച്. 4 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്കാണ്, അതേപോലെ ഗ്രീനും ഓറഞ്ചും റെഡും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രൂക്ക് ഹൊറൈസൺ സ്മാർട്ട് വാച്ചാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇത് 2999 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.